നമസ്കാരം. അംചി മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിലെ പഴയകാല യുഗ്മഗാനങ്ങളിൽ പലതും മലയാളി മനസ്സുകളിൽ പാടിപ്പതിഞ്ഞവയാണ്. ഈണങ്ങളുടെയും വരികളുടെയും സമ്പന്നതയാകാം ഈ പാട്ടുകളെ കൂടുതൽ ഹൃദ്യമാക്കുന്നത്. ഗോൾഡൻ വോയിസ് മത്സരത്തിലെ യുഗ്മഗാന വിഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിജയം എന്ന് പറയുന്നത് അർഹിക്കുന്ന ഒരാളുടെ കയ്യിൽ തന്നെ എത്തണം. അതിനായി പ്രഗത്ഭരായ വിധികർത്താക്കളാണ് നമുക്കുള്ളത്. നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശ്രീ കാവാലം ശ്രീകുമാർ, ശ്രീമതി പ്രീത കണ്ണൻ, സ്വർണമീനിന്റെ ചേലൊത്ത കണ്ണാലെ രണ്ട് സുന്ദരികൾ അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു. ശ്രുതി ആൻഡ് ശ്രദ്ധ. ശ്രദ്ധ, എങ്ങനെയുണ്ട് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ്? ലാസ്റ്റ് റൗണ്ട് കുറച്ച് നെർവസ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? ഈ റൗണ്ടില് അതെല്ലാം വെളിയിൽ ഇപ്പൊ തന്നെ എല്ലാ നെഗറ്റിവിറ്റീസും കളഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത്? കളഞ്ഞു വന്നിട്ടുണ്ട്. അതെ, ലാസ്റ്റ് പെർഫോമൻസ് അപ്പൊ അത് ബെസ്റ്റ് ആക്കാൻ നോക്കുകയാണ് നമ്മള്. ഡെഫിനറ്റ്ലി ബെസ്റ്റ് ആയിരിക്കട്ടെ. ശ്രുതി ഞങ്ങളുടെ ഒരു വേഴ്സറ്റൈൽ സിംഗർ ആണ്, ഗുഡ്വിൻ ഗോൾഡൻ വോയിസിന്റെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ആ പേര് ഇനി നിലനിർത്തുക. ഒരു സൂഫി സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ സൂഫി സോങ്സ് ഇഷ്ടമാണോ പൊതുവെ ശ്രദ്ധയ്ക്ക്? അതെ അതെ, ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും വളരെ ഭംഗിയായി പാടാൻ സാധിക്കട്ടെ, എൻജോയ് ചെയ്ത് പാടാൻ സാധിക്കട്ടെ. എനിക്ക് തോന്നുന്നു പെർഫോം ചെയ്ത് പാടാൻ പറ്റിയ ഒരു പാട്ടാണത് അല്ലേ? അപ്പൊ അതൊരു കോമ്പറ്റീഷൻ ആണ് എന്ന് ഓർക്കാതെ പാടാം, എൻജോയ് ചെയ്തിട്ട്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സ്വർണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ. സ്വർണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ. സ്വർണമീനിന്റെ ചേലൊത്ത കണ്ണാളെ
ശ്രദ്ധ ആൻഡ് ശ്രുതി വളരെയധികം എൻജോയ് ചെയ്തിട്ട് പാടി എന്ന് കാണുമ്പോൾ തോന്നി. സ്വന്തമായിട്ട് എന്ത് തോന്നുന്നു? ഒരു സെൽഫ് റേറ്റിംഗ് അത്രയ്ക്കും പറ്റില്ല. ഓക്കെ, അപ്പൊ ഒരു ഒപ്പീനിയൻ. അത്രയ്ക്കും നമ്മൾ എത്തിയിട്ടില്ല പറയാൻ. അല്ല, സെൽഫായിട്ട് നമുക്ക് നമ്മളെ പറ്റി ഒരു ഒപ്പീനിയൻ വേണമല്ലോ. നമ്മൾ വിചാരിച്ച പോലെ ഐ കോണ്ടാക്ട് വെച്ചു, അതൊക്കെ. സോ വി ആർ ഹാപ്പി ദാറ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഐ കോണ്ടാക്ട് പോയിട്ടില്ല. ആ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. ഇനി ബാക്കി സംഗതികളൊക്കെ. ഓക്കെ, ശ്രുതിക്ക് എന്ത് തോന്നുന്നു? പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെയൊക്കെ പാടാൻ സാധിച്ചോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ബാക്കി എത്ര ഓക്കെ ആണെന്ന് നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് നിന്ന് അറിയാം. ശ്രീകുമാർ സർ, ഐ കോണ്ടാക്ട് മതി, സംഗതി വേണ്ടാന്നാണല്ലേ? അല്ല, അങ്ങനല്ല, അങ്ങനെയും വിചാരിക്കാം. ഈ പാട്ട് സെലക്ട് ചെയ്ത ചതി ആരാ ചെയ്ത്? ഈ പാട്ട് ആരാ സെലക്ട് ചെയ്ത്? അങ്ങനെ ചതി ചെയ്താരാണ്? സത്യേട്ടൻ തന്നെയാണോ? സത്യേട്ടൻ തന്നെയാണോന്ന്? അല്ല, സ്വന്തമായിട്ടാണ് കുഴിച്ചത് അല്ലേ? ഇത് ഭീകര പാട്ടല്ലേ? എടുത്താലിങ്ങനെ പൊങ്ങുമോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടി വരും അല്ലേ? സംഗീതത്തിന് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ശ്രുതിയും ശ്രദ്ധയും അല്ലേ? ഇനിയും വേണം കാര്യങ്ങള്, പക്ഷെ ഈ രണ്ടെണ്ണവും വേണം. അതുണ്ടായിരുന്നോ എന്നുള്ളത് അല്ലേ നമുക്ക് ആലോചിച്ച് കേൾക്കുമ്പോൾ അറിയാം അല്ലേ? ശ്രുതി നന്നായിട്ട് പാടി, തുടക്കം നല്ല ഗംഭീരമായിരുന്നു. പിന്നെ ഈ ശ്രുതിയുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴത്തേക്കും ശ്രുതിയുടെ ശ്രുതി എവിടെയാണെന്ന് പിടി കിട്ടുന്നില്ല അല്ലേ? എവിടെ നിൽക്കണമെന്ന് പിടി കിട്ടുന്നില്ല, ആരുടെ കൂടെ നിൽക്കണം എന്ന് പിടി കിട്ടാത്തൊരവസ്ഥയായി. ശ്രദ്ധ അങ്ങ് പോയി, ശ്രുതിയുടെ മേലുള്ള ശ്രദ്ധ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി കളിക്കുമ്പോഴത്തേക്കും നല്ല ഐ കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കേൾക്കുന്ന നമുക്കും ഒരുമിച്ച് പാടുമ്പോഴൊക്കെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ മതി എന്ന് വിചാരിക്കും. പക്ഷെ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ നമ്മൾ ഒരാൾ പാടുമ്പോൾ അതിൻ്റെ കൂടെ പാടുന്ന ആളുടെ ശ്രുതിയും താളവും ഒക്കെ ആ ഒരു കോർഡിനേഷൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു. ഓക്കെ, അതർവൈസ് നല്ലൊരു പാട്ട് ഇത്രയെങ്കിലും എടുത്ത് പൊക്കിയല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പ്രീത മാം, ശരിക്കും നിങ്ങൾ ഈ പാട്ടാണെന്ന് ഇങ്ങനെ മനസ്സിലായപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, ഇത് താങ്ങുമോ ചേട്ടാ? ഇത് ഇല്ല, അവർ കുഴപ്പമില്ല, അവർ പാടും, പൊക്കിക്കോളും, പാടും എന്ന് പറഞ്ഞു. പക്ഷേ മോൾക്ക് ഈ പാട്ട് കുറച്ച് ഹെവി ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ശ്രുതി അത് മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പം പറഞ്ഞ മാതിരി ഒരുമിച്ച് പാടുന്ന ഒരു പാട്ട് എടുക്കുമ്പോൾ രണ്ടുപേർക്കും ആ ഏരിയാസിലെല്ലാം കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടുള്ളൊരു പാട്ട് സെലക്ട് ചെയ്യാനായിരുന്നു ബുദ്ധി. അപ്പോൾ പാട്ട് സെലക്ട് ചെയ്തതെന്ന് ആരാണെങ്കിലും അവിടെ നമുക്ക് പരാതി ബോധിപ്പിക്കണം. ഓക്കെ, ശ്രുതി യു സാങ് ലിറ്റിൽ ബെറ്റർ ദാൻ ശ്രദ്ധ എന്ന് ഓപ്പണായിട്ട് പറയേണ്ടിയിരിക്കണു. കാരണം അത് നിങ്ങൾക്ക് ടെലികാസ്റ്റ് പോകുമ്പോൾ മനസ്സിലാവും അത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അപ്പൊ ശ്രുതി ആൻഡ് ശ്രദ്ധ, അപ്പൊ ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ക്വിസ്. ആരുടെ സെലക്ഷൻ ആയിരുന്നു ഈ പാട്ട്? ഭയങ്കര സീക്രട്ട് ആണല്ലോ, ആരും ഉത്തരം പറയുന്നില്ല. സസ്പെൻസ് ആണോ? ശരി, നിങ്ങൾ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില് പരസ്പരം ചെയ്ത ഒരു ചതിയായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ പിന്നെ ആരെയും കുറ്റം പറയണ്ട. അവർ സ്വന്തമായി സെലക്ട് ചെയ്ത ഒരു പാട്ടായിരുന്നു. അപ്നെ പേർ മേ കുല്ലാടി ऐसे बोलते हैं ना, कुछ ऐसा हो गया शायद. ഓക്കെ, ലെറ്റ്സ് ഹിയർ ദ മാർക്സ്. പ്രീതി ചേച്ചി. ശ്രുതിക്ക് 86 ഉണ്ട് ആൻഡ് ശ്രദ്ധ 73. ഓക്കെ, താങ്ക് യു ചേച്ചി. ശ്രീകുമാർ സർ. ശ്രുതി 86, 72 ശ്രദ്ധ. താങ്ക് യു സർ. അപ്പൊ ശ്രുതി ആൻഡ് ശ്രദ്ധ കുറച്ച് ഡിഫറൻസ് ഉണ്ട് മാർക്സിൽ അല്ലേ? ഒരുപാട് വേരിയേഷൻ ഉണ്ട്. പാടിയതൊരു ഡുവറ്റ് സോങ് ആണെങ്കിലും. അപ്പൊ ഇതിന് മുമ്പത്തെ മാർക്സ്, ഇത് പിന്നെ നമുക്ക് അറിയാത്ത ജഡ്ജസ് റൗണ്ടിന്റെ മാർക്സ് എല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ രണ്ടുപേർക്കും പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം ബാക്ക്.
മഹത്തായ പാരമ്പര്യമുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും കേരളവും. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഒരുങ്ങുന്ന കേരള വില്ലേജ് രണ്ട് സംസ്കാരങ്ങളുടെ സംഗമവേദിയായിരിക്കുമെന്ന് മുൻ ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല. മുംബൈ നഗരത്തിൽ നിന്നും ഒരു വിളിപ്പാടകലെ പണിതിരുന്ന കേരള വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 ഏക്കറിൽ പരന്നു കിടക്കുന്ന നദീതീരത്തോട് ചേർന്നുള്ള ശാന്തമായ സ്ഥലത്താണ് ചാംസ് ഗ്രൂപ്പിന്റെ കേരള വില്ലേജ് എന്ന പദ്ധതി പുരോഗമിക്കുന്നത്. ഏപ്രിൽ 2 നടന്ന ഉദ്ഘാടന പരിപാടിയിൽ കേരളത്തിൽ നിന്നെത്തിയ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ആന്റണി MP, മോൻസ് ജോസഫ് MLA തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ കൂടാതെ മഹാരാഷ്ട്രയിലെ ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. മലയാളം 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 സഹ്യനിരകളാൽ മലയാളം കസവു ചാർത്തുമീ മലയാളം 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 മലയാളം. മഹത്തായ രണ്ട് സംസ്കാരങ്ങളുടെ സംഗമമാണ് കേരള വില്ലേജിലൂടെ സാക്ഷാത്കരിക്കുന്നതെന്ന് മുഖ്യാതിഥിയായി പങ്കെടുത്ത മുൻ ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു. This is definitely a historical moment, and Dr. Roy is very keen in having such a village in Maharashtra, and he was contemplating this for a long time. When he was in Kerala, we were discussing about this, and he was very, very happy to have such a village in Maharashtra, so that both the cultures can go together. ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളമെന്നും ആ നാടിന്റെ സംസ്കാരവും പാരമ്പര്യവും ഒത്തിണക്കി പണി തീർക്കുന്ന കേരള വില്ലേജ് മറുനാട്ടിലെ മലയാളികൾക്ക് മാത്രമല്ല മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്കും അഭിനന്ദിക്കത്തക്കതാകുമെന്നും മുൻ ആഭ്യന്തരമന്ത്രി അഭിപ്രായപ്പെട്ടു. आप सब लोग जानते हैं केरला के बारे में. केरला ऐसे एक जगह है, एक गॉड्स ओन कंट्री है. भगवान की सबसे ज्यादा कृपा हमारे स्टेट के ऊपर दिया है. വിദേശ മലയാളികൾക്ക് വന്ന് താമസിക്കുവാനുള്ള ഒരിടമായി ഇത് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ റോയിയുടെയും ദിരുവാനിയുടെയും സഞ്ജയിന്റെയും എല്ലാം പരിശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിദേശ മലയാളികൾക്ക് വന്നു ചേരാൻ കഴിയുന്ന മറ്റൊരു വീടായി ഇത് മാറണം എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും കോർത്തിണക്കി മഹാരാഷ്ട്രയിൽ പടുത്തുയർത്തുന്ന കേരള വില്ലേജ് പദ്ധതി അഭിനന്ദനമർഹിക്കുന്നുവെന്ന് മാർത്തോമാ സഭ എപ്പിസ്കോപ്പ ഗീവർഗീസ് മാർ തിയോഡീഷ്യസ് പറഞ്ഞു. It gives me great joy to be here as we launch the project Kerala Village in Shahapur, bringing Kerala culture to the culture of Maharashtra. മഹാരാഷ്ട്രയിൽ വരുന്ന മറുനാട്ടുകാരെ അതിഥികളായി കാണുന്നുവെന്നും മഹാരാഷ്ട്രയും കേരളവും ഒരേ സംസ്കാരമാണ് കാത്തുസൂക്ഷിക്കുന്നതെന്നും कपिल पाटिल MP व्यक्तमाकी. महाराष्ट्र की संस्कृति, केरल की संस्कृति, भारत में जो लोग रहते हैं भारत की संस्कृति ये की है. यहाँ पे कोई केरली नहीं, कोई हिंदू नहीं, कोई मुस्लिम नहीं, कोई सिख नहीं है. मैं हमेशा कहता हूँ हर एक आदमी को अपने जात का धर्म का अभिमान तो होना ही चाहिए. കേരള സംസ്കാരത്തെ മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്ന് നിലനിർത്തുന്ന ഈ സംരംഭത്തെ ശ്ലാഘിക്കാനും അദ്ദേഹം മറന്നില്ല. കേരളത്തിൽ നിന്നും മഹാരാഷ്ട്രയിലെത്തിയ മറുനാടൻ മലയാളികളുടെ ഗ്രഹാതുരതയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ പദ്ധതിയെന്ന് ആന്റണി MP പറഞ്ഞു. മുംബൈയിലെ പ്രവാസി മലയാളികളുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള വലിയ ശ്രമമാണ് ഡോക്ടർ റോയി ജോൺ മാത്യുവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ചേർന്ന് ഇവിടെ നടത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കേരള വില്ലേജ് എന്ന പദ്ധതി പ്രഥമ സംരംഭമാണെന്ന് രാജു എബ്രഹാം MLAയും അഭിപ്രായപ്പെട്ടു. മഹാരാഷ്ട്രയിലേത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് മറ്റൊരു സംസ്ഥാനത്തെ വേറൊരു സംസ്ഥാനത്ത് പറിച്ചു നടുക. ഇവിടെ ഇപ്പോൾ ചുണ്ടൻവള്ളവും അതുപോലെ തന്നെ കൊമ്പനാനയും എല്ലാം ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രൊജക്റ്റ് പൂർത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും മലയാളികളുടെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന നിലയിൽ ഇവിടെ സ്ഥിരതാമസമാക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു സമ്മർ ഹോം എന്നോ അല്ലെങ്കിൽ ഒരു ഫാം ഹൗസ് എന്നോ എല്ലാ സങ്കല്പത്തിലും ഏറ്റവും വിജയകരമായി തന്നെ ജീവിക്കാൻ കഴിയുന്ന ഒരു നല്ല സങ്കല്പം, നല്ല ആശയം ഇത്
ഇന്ത്യയിലെ എല്ലാ ബിൽഡർമാർക്കും ഒരു മാതൃകയാവട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. കേരളത്തിലും മുംബൈയിലുമായി കെട്ടിട നിർമ്മാണ രംഗത്ത് പ്രമുഖനായ ഡോക്ടർ റോയ് ജോൺ മാത്യു ചെയ്തു വരുന്ന സാമൂഹിക സേവനത്തെ പ്രകീർത്തിച്ചായിരുന്നു മോൻസ് ജോസഫ് MLA പ്രസംഗം തുടങ്ങിയത്. കേരളത്തിൽ നടത്തുന്ന ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ അതെല്ലാം റോയ്ക്ക് ഒത്തിരി ദൈവാനുഗ്രഹമായി. മെത്രാപ്പൊലീത്ത തിരുമേനി പറഞ്ഞതുപോലെ ഒരുപാട് ദൈവാനുഗ്രഹത്തിന് അവസരം നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതെല്ലാം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ജോൺ മാത്യു, ഡാലി ജോൺ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. The opening day of our new project, the Kerala village, is certainly a moment that we are all proud of. It all started as a dream of building something to pay as a tribute to Maharashtra, which is my Karambhumi since last 20 years. This dream, along with my strong affection for traditional architectural, resulted in the planning of this project. Tonight marks this occasion, the grand launch of the project, the Kerala village, Live Kerala in Maharashtra. സാബു ഡാനിയൽ, പ്രിൻസ് വൈദ്യൻ, ഡോക്ടർ ഉമ്മൻ ഡേവിഡ്, ഗുഡ്വിൻ സുനിൽകുമാർ, രാജൻ നായർ, KR ഗോപി, MK നവാസ്, ശശികുമാർ, ശ്രീകാന്ത് നായർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതാദ്യമായാണ് കേരള മാതൃകയിൽ പണി കഴിപ്പിച്ച വീടുകളുടെ വിപുലമായ പദ്ധതിക്ക് മഹാരാഷ്ട്രയിൽ തുടക്കമിടുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികളെ കൂടാതെ നിരവധി നിക്ഷേപകരാണ് ഈ പദ്ധതിയിൽ താല്പര്യം പ്രകടിപ്പിച്ച് മുമ്പോട്ട് വരുന്നത്. വെൽക്കം ബാക്ക്. 400 നിറവിൽ അംചി മുംബൈ ബാഷി കേരള ഹൗസിൽ സംഘടിപ്പിക്കുന്ന അനുമോദന ചടങ്ങിൽ കേരള കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ മുഖ്യാതിഥിയായിരിക്കും. കൈരളി TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അംചി മുംബൈ 400 എപ്പിസോഡുകൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി കേരള ഹൗസിൽ സംഘടിപ്പിക്കുന്ന അനുമോദന ചടങ്ങിൽ കേരള കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ മുഖ്യാതിഥിയായിരിക്കും. കൃഷിമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഇതാദ്യമായാണ് VS സുനിൽകുമാർ മുംബൈയിലെത്തുന്നത്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊടുങ്ങല്ലൂർ കുടുംബ കൂട്ടായ്മയുടെ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കും. സംഘടനയുടെ ഭാരവാഹികൾ മന്ത്രിയെ എയർപോർട്ടിൽ സ്വീകരിച്ചു. വൈകിട്ട് 4 മണിക്ക് അംചി മുംബൈയുടെ ആഭിമുഖ്യത്തിൽ കേരള ഹൗസിൽ സംഘടിപ്പിക്കുന്ന അനുമോദന ചടങ്ങിൽ മുംബൈയിലെ വിവിധ സംഘടനാ ഭാരവാഹികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന ജൈവകൃഷിയും നഗരജീവിതവും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ചർച്ചയിൽ കൃഷി സംബന്ധമായിട്ടുള്ളൊരു മീറ്റിംഗ് വെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കൃഷിമന്ത്രിയെ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ മലയാളി സമൂഹത്തോട് സംസാരിക്കാനും നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷി മാത്രമല്ല കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കാൻ അവസരം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ MLA-മാരായ E.T. ടൈസൺ, VR സുനിൽകുമാർ എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും. കേരളത്തിന് പുറത്തെ ആദ്യ മലയാള മ്യൂസിക് റിയാലിറ്റി ഷോ ആയ അംചി മുംബൈ ഗോൾഡൻ വോയ്സ് 1 വർഷം പിന്നിടുന്ന വേള കൂടിയാണിത്. അംചി മുംബൈയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ മുംബൈ വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച രാത്രി 9:30 പീപ്പിൾ TVയിലും എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 കൈരളി TVയിലും.